ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി വൈറ്റനിങ് ജ്യൂസ് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. ട്രൈ ചെയ്തവർക്കെല്ലാം അത്യാവശ്യം റിസൾട്ട് കിട്ടിയവരും കിട്ടാത്തവരും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിട്ടാണ് റിസൾട്ടിൻ്റെ കാര്യം ഉണ്ടാകുക. പക്ഷേ കുറച്ച് കാലം കണ്ടിന്യൂസ് കുടിച്ചാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ജ്യൂസുകൾ തന്നെയാണ് ഞാനിതിലേക്ക് ഇടാറുള്ളൂ. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു സ്കിൻ വൈറ്റനിങ് ജ്യൂസാണ്. ഇപ്പോൾ ഈ ഒരു ജ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 3 സാധനമാണ്: ക്യാരറ്റ്, ഓറഞ്ച്, കുക്കുംബർ എന്ന് പറഞ്ഞാൽ കക്കിരിക്കയില്ലേ, അതാണ് കുക്കുംബർ. അപ്പോൾ അത് ഓരോന്നായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ജ്യൂസിന് ഇതെല്ലാം ഓരോന്നായിട്ട് മാത്രം എടുക്കുക. ഇത് മൂന്നും നന്നായി തൊലി കണഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഉറപ്പായിട്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ചെറിയ പീസസായി കട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ജ്യൂസ് കഴിയുന്നത് നിങ്ങൾ അരിപ്പയിലൂടെ അരിക്കാണ്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് നന്നായിട്ട് അടിഞ്ഞ് കിട്ടണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇത് നിങ്ങൾക്ക് ചെറിയ മക്കൾക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അരിക്കാണ്ടൊക്കെ കൊടുത്താൽ അവർ കുടിക്കൂല. അപ്പോൾ അവർക്ക് അരിച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏത് ജ്യൂസ് കുടിക്കുമ്പോഴും അത് അരിക്കാണ്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫൈബേഴ്സ് എല്ലാം പോയി പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു സ്കിൻ വൈറ്റനിങ് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കുടിക്കുന്നതെങ്കിൽ അത് അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ അരിക്കാണ്ട് കുടിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴുകി വൃത്തിയാക്കിയ ഈ 3 സാധനങ്ങളും പിന്നെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നാൽ നന്നായി അടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ അരിച്ചിട്ടില്ലെങ്കിലും കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ നാരങ്ങ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നാരങ്ങയിൽ കുരുവൊന്നും ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. കുരു ഉള്ള ടൈപ്പാണെങ്കിൽ നിങ്ങളത് കുരുവെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു കഴിപ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് മാക്സിമം നമ്മൾ ഇതിൻ്റെ നീര് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മളിട്ട ഈ ഒരു കംപ്ലീറ്റ് സാധനത്തിൻ്റെ മേലെ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം, അതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ. കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ഇതിൻ്റെ മേലെ പൊങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. ഇതുപോലെ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിത് നമ്മുടെ ജ്യൂസ് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് അരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് അരിക്കാണ്ടാണ് കുടിക്കുന്നത്. അരിക്കാണ്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അരിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കുക. പക്ഷേ അരിച്ച് കുടിക്കുന്നേരം അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏത് ടൈമിലാണോ നിങ്ങൾക്ക് കുടിക്കാൻ സൗകര്യപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഡെയിലി ആ സെയിം സമയത്ത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇതൊരു സ്കിൻ വൈറ്റനിങ് ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.